ഹലോ. എന്ത് പെട്ടെന്നാണല്ലേ 2025-26 ഒരു വർഷം പോകുന്നപ്പോൾ. ഓക്കെ, ഈ ഒരു വർഷത്തെ പറ്റി എനിക്ക് പറയുവാണെങ്കിൽ ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു വിഷമങ്ങൾ അനുഭവിച്ച ഒരു വർഷമാണത്. അല്ലെങ്കിലും എപ്പോഴും സന്തോഷമൊന്നും ആയിരിക്കില്ലല്ലോ. ആ ഒരു തിരിച്ചറിവുണ്ടെങ്കിലും പലപ്പോഴൊക്കെ നമ്മളത് മറക്കാറുമുണ്ട്. ഈ 2025 എന്ന് പറഞ്ഞ വർഷം എനിക്ക് ഭയങ്കര സ്പെഷ്യലാട്ടോ. എന്താണെന്നറിയില്ല, ഇതുവരെ അങ്ങനെ ഓരോ വർഷങ്ങൾക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ അതുപോലെ ഒരു സന്തോഷമൊന്നും ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഈ 2025 എനിക്ക് ബോധം വെച്ച് തുടങ്ങിയോണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഭയങ്കര സ്പെഷ്യലാണ്. എന്തൊക്കെയോ എവിടേക്കോ നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ കുറേയൊക്കെ നേടിയതുമായുള്ളൊരു വർഷം. അങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയുവാണെങ്കിൽ എൻ്റെ അച്ഛനൊരു നല്ല കാറ് വാങ്ങി. അതുപോലെ എൻ്റെ ചേച്ചിയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ കിട്ടുക എന്നുള്ളത്. ആ ഒരു ആഗ്രഹം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ലച്ചുവിൻ്റെ വലിയൊരു സ്വപ്നം ഈ വർഷം തന്നെയായിരുന്നു. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, വഴിയേ പറയും. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് വെറുക്കുന്നവരെ മനസ്സിലാക്കാൻ പറ്റി. മുന്നിൽ നിന്ന് ചിരിക്കുന്നവരെ എപ്പോഴും വിശ്വസിക്കണമെന്നില്ല. പലപ്പോഴൊക്കെ നമ്മൾ ശത്രുക്കളായിരിക്കും നല്ലവരായിട്ട് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവുക. പിന്നെ എനിക്ക് നല്ലപോലെ മനസ്സിലായൊരു കാര്യമാണ്, നമുക്ക് നമ്മ മാത്രമേ ഉള്ളൂ. എന്തിനും കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ അച്ഛനും അമ്മ, കൂടെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാർ. അല്ലെങ്കിൽ ഇത്രയൊക്കെ മതിയുടെ സന്തോഷമായിട്ട് ജീവിച്ചു പോവുക. എന്നിരുന്നാലും ഈ 2026 എന്ന് പറഞ്ഞ പുതിയൊരു വർഷം ഈ ഒരു തിരിച്ചറിവോടെ ആയിക്കോട്ടെ. നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വർഷം നമുക്ക് എന്തൊക്കെയാണ് സമ്മാനിച്ചു തരുന്നതെന്ന്. അപ്പോൾ ശരി, ബൈ.